കിട്ടിയതാ. അത് താന്ന് കിടക്കുകയാണെന്നേ ഉള്ളൂ. അത് പിന്നെ ഇവർക്ക് ഇത് സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ഈ കെട്ട് നിങ്ങൾ കെട്ടിയതാ? ഇത് ഞങ്ങളുടേതാ. അപ്പം ഇത് അത് കഴിഞ്ഞ് ഇവൻ സ്ഥലം മേടിച്ചു. പിന്നെ ഇത് കെട്ടി ഞങ്ങളൊന്നും പറഞ്ഞില്ല, നിങ്ങൾ അവന്റെ സ്ഥലമല്ലേ കെട്ടി എടുത്തോട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവനെ എല്ലാവരോടും പറഞ്ഞ് അപ്പൊ ഈ ഉറവ ഇങ്ങോട്ടല്ലേ വരുന്നത്, ഭയങ്കര ഈ പെരയുടെ അടിയിൽ നിന്നൊക്കെ ഉറവ വരുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ പറമ്പിലോട്ട് വെള്ളം വരുന്നത് ഞങ്ങളുടെ വരുന്നത്. അപ്പൊ ഞങ്ങളുടെ ചാച്ചൻ ഈ വാർക്കയുടെ അടിയില് കല്ല് രാത്രിക്ക് വലിച്ചൂരി എടുത്തത്. വാർക്കയുടെ അടിയിൽ നിന്ന് എല്ലാവരും കല്ല് ഊരി എടുക്കും. അടിയിൽ നിന്ന് കല്ല് ഇളക്കിയെന്നോ? അങ്ങനെ പണി ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ക്യാമറ മൂല വീടിന്റെ സൈഡിൽ പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വെളിയിലോട്ട് എടുത്തു വെക്കാം. ഇത് എന്നിട്ട് ചാറ്റിന് ഇത് ഇളക്കണോ? ചാറ്റ മിനിഞ്ഞാന്ന് അറിഞ്ഞ സത്യം. അതുവരെ അവൻ പണിയാ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ തൊട്ടുപുറകെ കാണുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അന്തരിച്ചുപോയ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ ഇവിടെ ഒരു വഴിത്തർക്കം എന്ന് പറഞ്ഞാൽ ഒരു വഴി അടച്ചു കെട്ടുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം, അവിടുത്തെ പ്രശ്നം എന്താണെന്നൊന്ന് നോക്കാം. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡാണ്. ഉമ്മൻ മെമ്മോറിയൽ സ്കൂളിൻ്റെ അവിടെ നിന്ന് SNDP റോഡാണ് ഈ വലത്തോട്ട് പോകുന്നത്. അതിന് തൊട്ട് സമീപത്ത് തന്നെ വേറെ ഒരു ചെറിയ റോഡുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ചെറിയ ഇടവഴികളാണ്, തൊണ്ട് പോലത്തെ റോഡുകളാണ്. ഇവിടുത്തെ പൈപ്പ് പൊട്ടിക്കിടന്നിട്ട് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. താഴോട്ട് നല്ല വെള്ളമൊഴുക്കാണ്, ഉണ്ടോ? അപ്പം നമ്മൾ ഇവിടെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു വർഷങ്ങളായിട്ട് ആൾക്കാർ നടന്നുകൊണ്ടിരുന്ന ഒരു തൊണ്ട്, അത് വലിയ നടപ്പാതെയുള്ളതാണ്. അതൊരു സ്വകാര്യ വ്യക്തി ഇവിടെ മതിൽ കെട്ടി അടക്കിയാണ്. അപ്പം ഇത് SNDPക്ക് പോകുന്ന വഴിയാണ്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇവിടെയൊക്കെ ഒരുപാട് പിന്നെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ ഇവിടം വരെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴ്വശത്തോട്ട് അങ്ങനെ ഇറങ്ങിപ്പോയിട്ടില്ല. ഇവിടുന്ന് ഒരു ചെറിയ വഴിയുണ്ട് വലത്തോട്ട്, ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ അതിന് തൊട്ടിപ്പുറത്ത് വേറൊരു വഴിയും കൂടെ നമുക്ക് നോക്കാം. സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഞാനിപ്പം കാണിച്ചില്ലേ പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നു, അത് ഇതിലെയാണ് വരുന്നത്. മഴക്കാലമൊക്കെ വരുമ്പോൾ ഇതിലെ അതിശക്തമായിട്ടുള്ള വെള്ളമൊഴുക്കാണ് ഈ വഴിയെ വരുന്നത്. ഇതിലെ വന്നിട്ട് ഇപ്പം ഞാൻ ഈ ഇറങ്ങി വരുന്ന ആ വഴിയെ വെള്ളം വന്നിട്ട് ഇതിലെ താഴോട്ട് അതിശക്തമായിട്ട് വെള്ളം ഒഴുകി പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ചെല്ലേണ്ടത് ആ സ്ഥലത്തേക്കാണ്, പക്ഷേ വഴി ഇപ്പുറത്തോടെയാണ്. നമുക്കൊന്ന് കറങ്ങിപ്പോകാം, ഇതിലെയാണ്. അപ്പോൾ ഇതിലെ താഴോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം വഴി ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. ഒരു ഓട്ടോറിക്ഷ പോലും പോകുമെന്ന് തോന്നുന്നില്ല, സ്കൂട്ടർ മാത്രമേ പോകത്തുള്ളൂ. ഇവിടം വരെയൊക്കെ കുറച്ച് വീതിയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് അങ്ങ് ഇടുങ്ങിപ്പോവുകയാണ്. ഉണ്ട്, ഇവിടം വരെ ഒരു വീതിയുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് നേരെ ചെല്ലുന്നത് ഒരു കണ്ടത്തിലോട്ടുള്ള വഴിയാണ്. അത് 100 വർഷക്കാലമായിട്ട് ആൾക്കാരിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇവിടേക്ക് 60-70 വയസ്സുള്ളവർ പറഞ്ഞത് ഉണ്ടോ, ഇവിടെ ആണ് ഒരു സ്വകാര്യ വ്യക്തി ഇവിടെ മതിൽ കെട്ടി അടയ്ക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ അതിനുള്ള ചരടെല്ലാം വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇത് നേരെയാണ് മുന്നോട്ട് പോകുന്നത് ഈ വഴി. ഉണ്ടോ, ഇവിടെ കല്ല് കെട്ടി അതിര് കെട്ടി ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയുള്ള ഒരു വീട്, ഇതിനോട് ചേർന്നിരിക്കുന്ന വീട്ടുകാരും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ വഴിയാണ്. അവരുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന സ്റ്റെപ്പാണ് ഇദ്ദേഹത്തിൻ്റെയാണ് ആ വീട്. അപ്പം ഇവിടെ അടച്ചു കഴിയുമ്പോഴത്തേന് അവരുടെ വീട്ടിലേക്കുള്ള വഴി ഇല്ലാതാകും. പിന്നെ ഇവിടെ ഇവർ കോൺക്രീറ്റും കൊണ്ടൊരു മതിൽ കെട്ടുന്നത് അത് അവരുടെ പറമ്പിലോട്ട് അവിടെ നിന്നുള്ള വെള്ളം വരാതിരിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞാണ് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് അവരത് കെട്ടുകയാണ്. അപ്പം ഇതിന് പരാതി വന്നപ്പോഴത്തേന് നാട്ടുകാരെല്ലാം കൂടെ പരാതി കൊടുത്തപ്പോഴത്തേന് പഞ്ചായത്തിൽ ഞാൻ വാർഡ് മെമ്പർ ജിനുവിനെ വിളിച്ചായിരുന്നു. അപ്പോൾ ഇതാണ് മുന്നോട്ടുള്ള വഴി, കണ്ടോ? അപ്പോൾ ഇതിലെ ഇങ്ങനെ സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിലെ മുകളിൽ നിന്ന് ഒരു വെള്ളമൊഴുക്ക് വരുന്നത് ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചില്ല, ഞാൻ ആദ്യം ഇറങ്ങി വന്ന വഴിയാണ്. അപ്പോൾ ഇതിലെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അതിശക്തമായ വെള്ളമൊഴുക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തൊണ്ടുകൾ നമ്മുടെ പുതുപ്പള്ളി പരിസരങ്ങളിലുണ്ട്. പക്ഷേ അതെല്ലാം ഒരുപാട് സ്വകാര്യ വ്യക്തികൾ ഇത് കൈയേറിയിരിക്കുകയാണ്.
അത് നമ്മുടെ പഞ്ചായത്തിന് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് യാതൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഇതിനു വേണ്ടി എടുക്കുന്നത്. പക്ഷേ ഞാനിവിടുത്തെ വാർഡ് മെമ്പർ ജിനുവിനെ വിളിച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇതിലെ ഉള്ളതാണ്, അപ്പോൾ അത് പഞ്ചായത്തിൽ പരാതി വന്നുകൊണ്ട് ഇത് സ്റ്റേ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അറിയിപ്പുണ്ടാകണം വരെ അവിടെ കെട്ടരുതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് അത്ര ഭാഗം കെട്ടാതെ നിൽക്കുന്നത്. അപ്പം ബാക്കി പണിയെല്ലാം അവർ ചെയ്യുകയാണ്. ഇതാണ് ആ നേരത്തെ വെള്ളം ഒഴുകി പൊയ്ക്കൊണ്ടിരുന്ന ഒരു വെള്ളം ഒഴുകുന്ന ഞാൻ പണ്ട് കാലത്ത് ഇത് നടപ്പാതെയായിരുന്നു. ആ കൂട്ടത്തിൽ ഇങ്ങനെ വെള്ളം ഒഴുക്കും കൂടെ ഉള്ള സ്ഥലമായിരുന്നു. കണ്ടമല്ലേ, വരമ്പൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇത് നേരെ വരുന്നത് കണ്ടത്തിലോട്ടാണ്. ഉണ്ടോ, ഇപ്പോഴും ഇതിലെ വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പം ഈ പറമ്പിൻ്റെ ഉടമ കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ച് ഇവിടെ ഇങ്ങനെ ഇതില്ല, അതുകൊണ്ടാണ് അവിടെ കെട്ടുന്നെന്നും പറഞ്ഞാണ് അദ്ദേഹം അവിടെ പണിക്കാരെ കൊണ്ട് കെട്ടിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബാക്കിയാണ്. ഇവിടെ എല്ലാം വെള്ളം ഒഴുകി നേരെ ഇത് ചെല്ലുന്നത് കണ്ടത്തിലോട്ടാണ്. അതിൻ്റെ ഇവിടം തൊട്ട് കണ്ട ആരംഭിക്കുകയാണ്. ഉണ്ട്, ഇവിടെയെല്ലാം അതിരുണ്ട്, എല്ലായിടത്തും അതിരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാണ് 50 വർഷക്കാലമായിട്ട് ആൾക്കാർ നടന്ന് 50 100 വർഷക്കാലമായിട്ട് ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയൊക്കെ അടയ്ക്കുക എന്ന് പറയുന്നത്, അതൊക്കെ ഏത് കോടതി ഉത്തരവ് മേടിച്ചു എന്ന് പറഞ്ഞാലും ഇതൊക്കെ അളന്നു കഴിയുമ്പോൾ തന്നെ ഇതിനെല്ലാം പഞ്ചായത്ത് വ്യക്തമായ രേഖയുള്ളതല്ലേ. അപ്പോൾ ഇതൊന്നും ഒരു കാരണവശാലും അടയ്ക്കാനും പറ്റത്തില്ല. ഇത് വിട്ടിട്ട് എത്ര അടിയെ ബാക്കിയുള്ളത് അവിടെ അവർ അവരുടെ സ്വന്തം സ്ഥലം അളന്ന് തിരിച്ചിട്ട് അവിടെ മതിൽ കെട്ടുക, അതായിരിക്കും അതിൻ്റെ അകത്ത് ഉത്തമം. അല്ലാതെ നാട്ടുകാർ ഇത്രയും വർഷമായിട്ട് ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴി അടയ്ക്കാനൊക്കെ പറയുന്നത്, ഇങ്ങനെ പലയിടത്തും ഇതുപോലെ വഴിയടച്ച് അതുപോലെ തൊണ്ടുകൾ നികത്തി എല്ലാം പോകുന്നുണ്ട്. ഇതൊക്കെ മൂലം വെള്ളക്കെട്ട് ഓരോ മഴയൊക്കെ വരുമ്പോഴത്തേന് ഈ പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തന്നെയാണ്. കണ്ടോ, ഇവിടെ കൊണ്ടുപോയി കുറ്റിയടിച്ച്, അതവരുടെ പറമ്പ് കുറ്റിയടിച്ച് ആ വഴിയുടെ അവിടെ ചേർന്നാണ് കുറ്റിയടി. പക്ഷേ ഇത് കണ്ടോ, ഇവർക്ക് ആധാരത്തിൻ്റെ അകത്ത് ഇവർക്ക് 2 അടി വീതിയിൽ വഴി കാണിച്ചിട്ടുണ്ട്. അതിലിപ്പം 1/2 അടി പോലും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഇപ്പോൾ ഇവിടെ ചരട് കെട്ടി മതിൽ കെട്ടാൻ ഒരുങ്ങുന്നത്. കാലം തൊട്ട് ഇതിലല്ല നടന്നപ്പല്ലേ? അതെ അതെ, അന്നേരം തൊട്ടേ ഇത് ജനമായിട്ട് കിടക്കുമായിരുന്നു. ഇവര് വന്ന് മേടിച്ചതിന് ശേഷമല്ലേ ഇവരുണ്ടായി. ഇവര് വന്ന് കുറച്ച് കാലങ്ങളായാണ്. ഞാൻ 69 70 മുതൽ ഇവിടെ ഉണ്ട്. ഞാൻ ജനിച്ച വീട് അതിൻ്റെ മുകളിലാണ്. ഇവരുടെ വീടും എൻ്റെ വീടും ആ കരോട്ടിരിക്കുന്ന യുവജിയുടെ വീടും പിന്നെ ഈ സൈഡിൽ ഇരിക്കുന്ന 2 വീടും അന്നേരം ഈ തൊണ്ടിന് ഇത്രയും വീതി ഉണ്ടോ? ഞാൻ ഇത്ര വീട് ആക്കിയെടുത്തല്ലേ? ഈ കല്ലല്ലേ? അവിടുത്തെ വീതി വീതി ഉണ്ടായിരുന്നുള്ളൂ. ഇവരിവിടെ ശാലം കൊടുത്ത വീതി ആക്കിയെടുത്ത. അന്നേരം എല്ലാം ഈ ആൾക്കാരെല്ലാം കണ്ടത്തോട്ടെല്ലാം ഇതിൽ നടന്നു പോയിക്കോളും. വലിയ മരമ്പുണ്ടായിരുന്നു. ആ മരമ്പത്തോടെ ആൾക്കാർ കൊയ്യാനും വലിക്കാനും എല്ലാം പോകുന്ന ഇതിലാണ്. അതിലേ ഉണ്ടായിരുന്നു. അതെ അതെ, അതെല്ലാം അത് വെട്ടിയെടുക്കാൻ ഞങ്ങൾ വഴിയാക്കി. പക്ഷെ അത് അതിലുള്ള ആണെന്ന് പറഞ്ഞ് അവരൊക്കെ വഴിയടക്കി വെച്ചിരിക്കുക. അവിടെ 9 അടി വീതിക്ക് ഇവിടെ കൊല്ലം വരെ വഴിയാണ്. ഞങ്ങൾ വെട്ടി മോളിൽ നിന്ന് വെട്ടി ഇവിടെ കൊണ്ട് വെച്ചത്. അതിനും 6 കേസ് കാണിച്ചാൽ ഞാൻ. അതെ അതെ, അല്ല ഇതൊക്കെ അടയ്ക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ അവിടെ ഇപ്പം കോടതിയിൽ നിന്ന് വന്ന് അളക്കാൻ പറഞ്ഞു. കോടതി അളന്ന് പഞ്ചായത്തിൽ നിന്ന് അളന്നപ്പം 50 വർഷമായിട്ട് വെള്ളം ഒഴിക്കൊണ്ട് തൊണ്ടില്ലെന്ന് ഇപ്പം പറയുന്നു. ഇത് 50 വർഷമൊന്നും അല്ല. അതിന് മുകളിൽ ഇതിൽ മുകളിലുള്ള കാലപ്പഴക്കമുള്ള ഇത്. ഇപ്പം സർവേ നടക്കുമ്പോൾ സർവേ വരുമ്പോഴത്തേനും ഓരോന്നും ഇല്ലെന്നുള്ള കേൾക്കുന്നത്. അവരുടെ സ്ഥലമാണെന്നും പറഞ്ഞു അവിടെ കിടക്കുന്ന ആ വരമ്പ്, ഈ നടുവരമ്പില്ലേ, നടുവരമ്പിൽ ഏകദേശം 3-3.5 അടി വീതി. അതെ അതെ, അത് വിട്ടാണ് പിന്നോട്ട് അളക്കുക. അപ്പൊ ഇവിടെ വരും. അങ്ങനെ അളന്നിട്ടാണ് ഈ മൂലയിലോട്ട് വന്നത്. അത് ശരി. അപ്പം നിങ്ങൾ നടക്കണ്ടെന്നാണ് അവർ പറയുന്നത്. നടക്കുകയും വേണ്ട, ഞങ്ങളെ വെള്ളവും പോകണം. അതെ അതെ അതെ, വെള്ളം പറമ്പിലോട്ട് കയറാൻ പറ്റത്തില്ല. നല്ല കാര്യം അത്. ഇതിപ്പോൾ മേലിൽ നിന്ന് വരുന്ന വെള്ളം തടഞ്ഞു നിർത്താൻ എന്നെ കൊണ്ട് നടക്കുമോ? ഞാൻ ഈ കല്ലിൻ്റെ അടി ഇളക്കിയിട്ട് കോൺക്രീറ്റിൻ്റെ അടി കല്ല് ഇളക്കിയെടുത്ത് എൻ്റെ വെള്ളം അങ്ങോട്ട് വിടുവാണെന്ന് പറഞ്ഞാണ് ഇപ്പം ഈ ഇത്ര വീതിയിൽ നല്ല രീതിയിൽ അവർ കെട്ടുന്നത്. കേട്ടട്ടെ, ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരാളുണ്ടല്ലോ. അല്ല, നമ്മുടെ വീട്ടിലോട്ടുള്ള ഈ ഒരു വഴിയേ ഉള്ളൂ പണ്ട് കാലം തൊട്ട്? അല്ല, നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് എത്ര നാളായി? 15 വർഷം.
15 വർഷമായിട്ട് നമ്മൾ താമസിക്കുന്ന ഈ വഴിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വഴി സ്ഥലം പറഞ്ഞാൽ ഈ വഴി ഉപയോഗിക്കുന്നത് ആ ചേട്ടൻ്റെ സ്ഥലം അത് അതിലാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങോട്ടും നമ്മൾ കേൾക്കൊണ്ടിരുന്നത്. ഇതേ ഉള്ളു നമുക്ക് വഴി. അവര് പറമ്പ് വിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് ഇറങ്ങാനില്ല. നമ്മുടെ ആധാരത്തിൽ ഇവിടെയും അവിടെയും വഴിയുണ്ട്. നമുക്ക് ആധാരത്തിൻ്റെ അത് ഈ വഴി ഉള്ള കാണിച്ചു. അത് തന്നെയല്ല ഇതിലെ ഇങ്ങനെ നേരത്തെ ഉള്ളതല്ലേ, പണ്ട് കാലം തൊട്ട് ഉള്ള. അല്ല, നമ്മളവിടെ താമസിക്കാൻ ഇവിടെ എത്ര നാളായി? അന്നേരം അല്ല ഈ വഴിയുണ്ട്. അല്ല, നിങ്ങളിത് ചെയ്തപ്പോൾ അവരോട് പറഞ്ഞില്ലേ അത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞില്ലേ? എന്നെ പേടിക്കാൻ എന്തിനാ? ആരെന്നാ ചെയ്യാനാ? ആ ആ ഏതാ? അതിലേ ഉള്ളു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരാൾക്ക് പൂ നടക്കാൻ മേലായിരുന്നു. അന്ന് ഞാൻ എന്നെ കെട്ടിക്കൊണ്ട് വന്ന എൻ്റെ ഇളയ മോള് 3 മാസം 4 മാസം ഗർഭിണിയായിരുന്നപ്പോൾ ഞങ്ങൾ 4 പെണ്ണുങ്ങൾ കൂടി നടന്ന് ഉണ്ടാക്കിയ വഴിയാണ് ഈ വഴി മൊത്തം. വഴിയല്ല ആവശ്യം. പിന്നെ അതെ അങ്ങനെയാണ് ഇപ്പം കാറും ലോറിയും സാധനങ്ങളും എല്ലാം അതിലേ വരുന്നുണ്ടല്ലേ? എല്ലാ സാധനങ്ങളും വരുന്നത്. എത്ര അല്ല, ഇവർ പണിയാനുള്ള സാധനം ഇറക്കുന്നു അതിലല്ലേ? എല്ലാ വഴി തന്നെയാണ് ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വഴി. അവിടെ കുറച്ച് രാജഗോപാലിന്റെ സ്ഥലവും കൂടി എടുത്തിട്ട് ആ തോടും കൂടെ ചേർത്തിട്ടാണ് അപ്പുറത്ത് വഴി. പിന്നെ ഈ വഴി നേരെ കണ്ടത്തിനോട്ടുള്ള വഴിയാണ്. അത് നല്ല അങ്ങ് അപ്പുറത്ത് കിടക്കുന്നത് നല്ല അങ്ങനെ തെളിഞ്ഞു കിടന്ന വഴിയാണ്. ഇപ്പൊ അതിലേക്കാണ് ഒരാൾക്ക് നടക്കാൻ പോലും വേണാത്ത അവസ്ഥ. അതെല്ലാം അടച്ചെടുത്തിരിക്കുക. അതെല്ലാം ഇങ്ങനെ മണ്ണും മാന്തിയെല്ലാം എടുത്ത് കുഴിച്ചെടുത്തിട്ട് ഇരിക്കുക. അവരുടെ സ്ഥലം, ഈ സ്ഥലമൊന്നും ആരും സാറേ പോകുമ്പോൾ ആരാ കൊണ്ടുപോകുന്നു? ഇതൊന്നും ബോധമില്ലെങ്കിലല്ലേ, മനുഷ്യന് ബോധമില്ല പിന്നെ എന്നെ എടുക്കാൻ പറ്റും. മിക്ക സ്ഥലങ്ങളും ഇതുപോലെ തൊണ്ടെല്ലാം ഓരോരുത്തർ കൈയേറിയിരിക്കുക. കൈയേറിയിട്ട് ഇതാണ് അത് ഉള്ളവരെ പൈസ. ഇത് പാവങ്ങളല്ല, ഒന്നും ചെയ്യുന്ന മുഴുവൻ ഞാൻ എല്ലാവരും ചെയ്യുന്നത്. അവരൊക്കെ കൊണ്ടുപോകുക മരിച്ചു കഴിയുമ്പോഴത്തേന് ഇതെല്ലാം കിടക്കാൻ 6 അടി കിട്ടിയ ഭാഗ്യമൊന്ന് കൂട്ടിയാൽ മതി. പിന്നെ നമ്മുടെ കേട്ടക്കാരുടെ സ്ഥലം അപ്പുറത്തായതുകൊണ്ട് അതുവഴി അങ്ങ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിലെ അങ്ങനെ വലിയ അല്ലേ ഇറക്കിയില്ല. അല്ലെ, വെള്ളമൊഴുക്കുള്ളല്ലേ, നല്ലപോലെ വെള്ളമൊഴുക്കല്ലേ നമ്മള്. മോളിൽ നിന്ന് ഇങ്ങനെ വരുന്നതല്ലേ? കലിങ്ക് പണിത് തരാമെന്നോ? അല്ല, പഞ്ചായത്ത് ഇപ്പോൾ ഞാൻ മെമ്പറെ വിളിച്ചായിരുന്നു. അപ്പം ജിനു എന്നോട് പറഞ്ഞത് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്, നിർത്തി വെക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് ബാക്കി പണിതാൽ മതിയെന്ന് പറഞ്ഞു. അതെ, മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെറിയ മഴ പെയ്തപ്പോഴത്തുള്ള ഇതാ ഇത്രയും വെള്ളം ഇതുപോലെ ഒഴുകി വരുന്നു. ഇതിലും കൂടുതൽ വെള്ളം ഒഴുകി വരുന്നു. രണ്ടല്ലേ ഇവിടെ വരെ വെള്ളം പൊങ്ങി കയറും. പിന്നെ എനിക്കറിയാം, ഇവിടെ ഭയങ്കര വെള്ളം വരവുള്ള സ്ഥലമാണ്. അല്ല, പണ്ട് കാലത്ത് എല്ലാവരും തൊണ്ടിക്കൂടെയൊക്കെ നടക്കുന്നത്. ഇപ്പം വഴിയൊക്കെ ആയപ്പോൾ എല്ലാവരും അതങ്ങ് ഉപേക്ഷിച്ചു മാറി. അത് കാരണം ആ തൊണ്ട് വെറുതെ കിടന്ന് ഇപ്പം എല്ലാവരും കൈ കയറി അതങ്ങ് എടുക്കുക. ഒരു 10-12 വർഷത്തിനുള്ളിലായിട്ട് മൊഞ്ഞാണ്ടിയുടെ ഒക്കെ അവിടുത്തെ അവിടെ ഒരു കുഴൽക്കിണറുണ്ട്. അതിന്റെ അപ്പുറത്തുനിന്ന് സ്കൂളിന്റെ അവിടെ നിന്ന് വരുന്നത് അതും അടച്ചിരിക്കുക. പിന്നെ മുഞ്ഞാണ്ടിയുടെ ഒക്കെ അവിടെ ഈ മെമ്പർമാർ തീരുമാനം എടുത്ത് പുള്ളി പിന്നെ ഇവന്റെ അമ്മയും എല്ലാം കൂടെ തീരുമാനം എടുത്താണ് ഇതുവഴി ഇങ്ങനെ വെള്ളം ഒഴുക്കി വിടുവാണെങ്കിൽ ഇവിടം വരെ അല്ല കോൺക്രീറ്റ് ചെയ്ത് തരാം എന്നും പറഞ്ഞ് അങ്ങനെയാണ് ഇത് കോൺക്രീറ്റ് ചെയ്തത്. ആ വെള്ളവും കൂടെ ഇപ്പം ഇതുവഴിയാ പോകുന്നത്. ആ വെള്ളം ഇവിടെ കൊണ്ട് നമ്മൾ തടസ്സപ്പെടുത്തി നിർത്താൻ പോകുന്നു.
അത് മുക്കുറപ്പള്ളിക്കാത്ത സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഇത് ജോർജ് പാപ്പി മേടിച്ചിട്ട് ജോർജ് പാപ്പി അത് ഇവർക്ക് കുറച്ച് ഈ ചെറ 11 സെന്റ് പിന്നെ ആ കണ്ടം 10 സെന്റ് അതിനെ കൊടുത്തു. പിന്നെ 13 സെന്റ് അവര് വാങ്ങിച്ചു. പിന്നെ മേടിച്ചു. അത് ഈ ചെറ കൂട്ടിയാ മേടിച്ചത്. പിന്നെ അതിന്റെ അപ്പുറത്ത് ആദ്യമേ മല്ലപ്പള്ളിക്കാരൊരു കൂട്ടിന് 3 സെന്റ് സ്ഥലം മേടിച്ചു. അവരെ ഇതുപോലെ വഴിയൊക്കെ അതുപോലെ നടത്തിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൈതപ്പുറമ്പിലെ രാജു വാങ്ങിച്ചായിരുന്നു. മെഡിക്കൽ കോളേജ് ജോലിയാണ്. അവൻ മേടിച്ചിട്ട് അവനും റേഷൻ ഇടുന്നില്ല. ഇത് നടത്തിക്കുകയല്ല. അങ്ങനെ വന്നപ്പോൾ അവൻ അത് വിറ്റ് നമ്മുടെ ഷാജിക്ക് നമ്മുടെ അങ്ങനെ തേങ്ങയൊക്കെ ഷാജിക്ക് വിറ്റു. ഷാജിയെ കൊണ്ട് ഒട്ടും നടത്തിക്കുകയല്ല. കേസും ബുക്കറും എല്ലാം കൊടുത്ത് അവസാനം കോടതിയിൽ ചെന്ന് പറഞ്ഞു ഷാജി വഴി ഇല്ലെന്ന് പറയാൻ ചെന്നു. ഷാജി വഴി ഉണ്ടെന്ന് എനിക്ക് നടക്കാൻ വഴി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ കുറ്റമെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഇത് അടച്ചിട്ടില്ല. അതാണ് കാരണം. അത് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ കിടക്കില്ല. ഞാൻ അങ്ങനെ കാലത്തിൽ അങ്ങോട്ട് പോകാനും എടുക്കാൻ ഒന്നും പറ്റും. ക്യാമറ വെച്ചിരിക്കുക. കാർന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എവിടെയാ ക്യാമറ വെച്ചിരിക്കുന്നത്? അത് അവരുടെ വീട്ടിൽ അവിടെ വെച്ചിരിക്കുന്നില്ലേ. അങ്ങോട്ടാണ് കൊച്ചുമാവിന്റെ അവിടെ ഇങ്ങോട്ടാണ് ക്യാമറ വെച്ചിരിക്കുന്നത്. എവിടെയാ? ഒരു മരം നിൽക്കുന്നോ? 2 കവട്ടയായിട്ടുള്ള മരത്തിന്റെ ഇടയ്ക്കൂടെ അപ്പുറത്ത് കണ്ടു കുപ്പി വെച്ചിരിക്കുന്നുണ്ട്. അത് ക്യാമറയാണോ വെച്ചിരിക്കുന്നത്? ഇതിലാ നടക്കുന്ന അറിയാൻ വേണ്ടിയോ? കെട്ടിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വിഷയമില്ലല്ലോ. ഞങ്ങളുടെ ആദ്യം ഞങ്ങൾക്ക് കുടികിടപ്പ് കിട്ടിയപ്പോഴേ ഞങ്ങൾ വീതം ഞങ്ങൾ അത് കിട്ടിയതാ. അത് താന്ന് കിടക്കുകയാണെന്നേ ഉള്ളൂ. അത് പിന്നെ ഇവർക്ക് സ്ഥലം മേടിച്ചു ഈ കെട്ട് നിങ്ങൾ കെട്ടിയതാ? ഇത് ഞങ്ങളുടേതാ. അപ്പം ഇത് അത് കഴിഞ്ഞ് ഇവൻ സ്ഥലം പിന്നെ ഇത് കെട്ടി. ഞങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ അവന്റെ സ്ഥലമല്ലേ കെട്ടി എടുത്തോട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവനെ എല്ലാവരോടും പറഞ്ഞ് അപ്പൊ ഈ ഉറവ ഇങ്ങോട്ടല്ലേ വരുന്നത്. ഭയങ്കര ഈ പെരയുടെ അടിയിൽ നിന്നൊക്കെ ഉറവ വരുന്നത്. അപ്പൊ അങ്ങനെ ഇവന്റെ പറമ്പിലോട്ട് വെള്ളം വരുന്നത് ഞങ്ങളുടെ വരുന്നത്. അപ്പൊ ഞങ്ങളുടെ ചാച്ചൻ ഈ വാർക്കയുടെ അടിയില് കല്ല് രാത്രിക്ക് വലിച്ചു ഊരി എടുത്തത്. വാർക്കയുടെ അടിയിൽ നിന്ന് എല്ലാവരും കല്ല് ഊരി എടുക്കും. അടിയിൽ നിന്ന് കല്ലിളക്കിയെന്നോ? ഇതിനകത്ത് വല്ലതും പണി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ക്യാമറ മൂല വീടിന്റെ സൈഡിൽ പണി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വെള്ളിലോട്ട് എടുത്തു വെക്കാം. എന്നിട്ട് ചാറ്റിന് ഇത് ഇളക്കണോ? ചാറ്റ് മിനിഞ്ഞാന്ന് അറിഞ്ഞത് സത്യം. അതുവരെ അപ്പം പണിയാണ് പണിത് പോട്ടെ, അല ഒഴിഞ്ഞു പോട്ടെ. ഞങ്ങൾക്ക് 2 ആമ്പിള്ളാരുള്ളൂ, പിടിച്ചറിയിക്കത്തില്ല. അത് കാരണം പോക്കോട്ടെ പറഞ്ഞു. ആ മനുഷ്യനും കൂടെ ഇതെല്ലാം വാർപ്പിച്ചത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ എന്നെ ആരാണ്ടല്ല ആ മനുഷ്യനോട് പറഞ്ഞ് അങ്കി കയ്യാല പൊളിച്ച് തറ പൊളിച്ച് കല്ലെടുത്ത് അതുകൊണ്ടാണ് അവരുടെ അങ്ങോട്ട് ഉറവയില്ലെന്നൊന്നും പറഞ്ഞത്. അത് ചെല്ലാതിരിക്കാനല്ലേ ഇവര് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തത് പിന്നെ അവിടെ ചെല്ലാൻ അവര് വെച്ചോട്ടെ. ഈ ദൈവമല്ലേ ഭൂമി തന്നതും വെള്ളം തന്നതും ചാലോട്ടാക്കിയതും കുന്നുണ്ടാക്കിയൊക്കെ ദൈവമല്ലേ. വയനാട്ടിൽ പോയത് ഉണ്ടായിരുന്നോ? ദൈവമല്ലേ. അല്ല, നമ്മളെന്നാ മതിൽ കെട്ടിയെന്ന് പറഞ്ഞാലും ദൈവം തീരുമാനിക്കും ഇതിലെ വെള്ളം ഒഴുകണമെന്ന്. അത് നമുക്ക് അതിനൊരു വിഷയമില്ല. നമുക്കിവൻ കെട്ടുന്നതിനും കുഴപ്പമില്ല, എന്നെ ഇതിൽ വിഷയമില്ല, ഒന്നും. അല്ല, അവരുടെ അതിര് അവർ കെട്ടിക്കോട്ടെ, പക്ഷെ നിലവിലുള്ളത് തടസ്സപ്പെടുത്താൻ പറ്റത്തില്ലെന്ന് മാത്രമേ. ഞാനിന്നുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, കെട്ടരുതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ പിള്ളേർ വല്ല ഇങ്ങനെ പറയാം, എന്നാ ഞങ്ങൾ പറഞ്ഞ മിണ്ടരുതെന്ന് പറയും ആമ്പിള്ളാരോട്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം അവരുടെ അതിരാണ്, അത് കെട്ടിക്കോട്ടെ നമുക്ക് തന്നെ. പക്ഷെ ഇങ്ങനത്തെ മോളെ ക്ലാസ്സാ പഠിക്കണേ? വൃത്തിയായിട്ട ഭാഷ നമുക്ക്. എവിടെയാ അടുത്തൊക്കെ എങ്ങനെ പോന്നു? എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് അറിയത്തില്ലായിരുന്നു. പറഞ്ഞായിരുന്നു ചാച്ചനൊരു വിഷമമായി. ഒരുത്തന്റെ പറമ്പിലോട്ട് നമുക്ക് വെറുതെ ഇറക്കി വിടാൻ പറ്റുമോ പണം കിട്ടുന്നത്. എന്നിട്ട് അവൻ കാശ് കൊടുത്ത് അവൻ പൊളിപ്പിച്ചു. അവൻ കോളത്തിൽ ചെന്ന് പറഞ്ഞ്
ഞങ്ങളുടെ യാച്ചൻ പൊളിച്ച് കളഞ്ഞു. ശരിയാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ലൈഫിന് വില കിട്ടിയപ്പോഴത്തേന് ഞങ്ങളുടെ ആ സൈഡ് ഇങ്ങോട്ട് ഈ സ്റ്റാർട്ടിങ്ങനെ കയറി ഇറങ്ങിയല്ലേ, അത് ലെവലാക്കാൻ ആ മനുഷ്യൻ ഇങ്ങനെ കയറ് കെട്ടി ഇങ്ങനെ വലിച്ചു കിട്ടിയപ്പോൾ ഇവൻ പുറകെ കൂടെ ഒന്ന് ഒറ്റ അടിക്ക് ആ മനുഷ്യൻ ഇവിടെ കരിഞ്ഞില്ലായിരുന്നു, പുറത്തോട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ വലിച്ച് അവരുടെ മിറ്റത്തോട്ട് കയറ്റി വെച്ച് ഇവൻ എൻ്റെ അമ്മച്ചിയും അപ്പനും കൂടെ കൂടി ഇവനും അമ്മച്ചും കൂടെ പിടിച്ച് നിൽക്കുന്നത്, അല്ല അപ്പനും കൂടെ പിടിച്ച് നിർത്തിക്കൊണ്ട് അമ്മച്ചി തല്ലുക ഈ മനുഷ്യനെ. തല്ലി കഴിഞ്ഞപ്പോ തന്നെ ഈ ഇല അവള് കിടന്ന് കാറിയപ്പോ തന്നെ ഈ മൂത്ത് അവള് കണ്ടെത്തി നിൽക്കുക. അവള് കണ്ടെത്തിന്ന് ഓടി വന്നു. ഇങ്ങനെ അപ്പൻ ഇങ്ങനെ യേശുക്രിസ്തു ഇങ്ങനെ തറച്ചു വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അവന്റെ അപ്പനും അവനും കൂടെ ഇങ്ങനെ പിടിച്ചിരിക്കുക, തള്ള തല്ലുക. അന്നേരം പിന്നെ ഇവള് നോക്കി ഒന്നുമില്ല, അവിടെ നിന്ന് ഒരു മടലെടുത്ത് അവന്റെ കൈക്കിട്ടടിച്ചു. 2 കൈക്കിട്ടടിച്ചപ്പോ തന്നെ കൈ മാറ്റിയപ്പോൾ തന്നെ അവൾ വടിയിലിട്ട് ഇറക്കി. ആ നേരം കൊണ്ട് ആ തള്ള എൻ്റെ കൊച്ചിൻ്റെ തലയെ അടിച്ച് പൊട്ടിച്ച് മുഖത്തെല്ലാം പിന്നെ ഇതിലേയും ചോര വന്ന് എല്ലായിട്ട് അവർ ആശുപത്രിയിലാണ്. ഇപ്പം വത്താൻ കയറി പിടിച്ച് എൻ്റെ ചെറുക്ക പെണ്ണിനെ. അന്ന് ഞങ്ങളൊരു മനസാക്ഷി വെച്ചിട്ടാ സാറേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ അന്ന് ഇവൻ ഞങ്ങൾ കേസ് കൊടുത്തെങ്കിൽ അവന് ജയിലിൽ കിടന്നു. ഞങ്ങളൊരു മനസാക്ഷി അന്ന് വെച്ചിട്ടാ, അറിയാമോ എൻ്റെ കൊച്ചിനെ പിടിച്ചത്. ഞാനൊന്നും ചെയ്തില്ലേ എന്ന് പറച്ചില്ലേ. അപ്പം ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് ഒരു കാരണവശാലും ഈ വഴി അടയ്ക്കാനോ അതുപോലെ വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്താനോ പറ്റത്തില്ലാത്തതാണ്. അത് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഇതെല്ലാം റെക്കോർഡെല്ലാം പരിശോധിച്ചതിന് ശേഷം ആധാരമെല്ലാം നോക്കണമല്ലോ. എല്ലാം വില്ലേജിലും എല്ലാം നോക്കിയതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ബാക്കിയുള്ള അവരുടെ പറമ്പിലെ മതിലുകെട്ടിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലുണ്ട്. പുതുപ്പള്ളിയുടെ തന്നെയല്ല, മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തൊണ്ടുകളോ അതുപോലെ ഒന്നും ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം സർക്കാരിൻ്റെയാണ്. നമുക്ക് നിലവിൽ ആധാരത്തിലുള്ള അതിൻ്റെ അളവനുസരിച്ചുള്ള നമുക്ക് മതിൽ കെട്ടുകയൊക്കെ ചെയ്യാം. മറ്റൊരു വസ്തു കയ്യേറാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതൊരു കാരണവശാലും അത് അനുവദിക്കാനും പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. വെള്ളക്കെട്ടൊക്കെ അതുപോലെ രൂക്ഷമാകും. ഇതൊക്കെ കണ്ടത്തിലോട്ട് കണ്ടില്ല, അവിടെയൊക്കെ പുതുപ്പള്ളി ആ സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകേണ്ടത്. അപ്പോൾ അതിനൊക്കെ തടസ്സം വന്നു കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ വീട്ടിലും പറമ്പിലും എല്ലാം വെള്ളം കയറി പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇത് പുതുപ്പള്ളി പഞ്ചായത്ത് അധികാരികൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് വാർഡ് മെമ്പർ ജിനുവിനെ വിളിച്ചപ്പം പറഞ്ഞായിരുന്നു, പൂർണ്ണമായിട്ടും അദ്ദേഹം സഹകരിക്കാൻ തയ്യാറാണ്. Wow.